Hello dears, welcome to the class. Today we are going to discuss about our 11th unit Pictures Tell a Tale. ചിത്രങ്ങൾ കഥ പറയുമ്പോൾ. See the picture and find out. ചെല്ലക്കാട് Agri Farm. Children from ചെല്ലക്കാട് Government LP School are visiting the Agri Farm. ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികൾ അഗ്രി ഫാം സന്ദർശിക്കുകയാണ്. കണ്ടില്ലേ, ഒരുപാട് മൃഗങ്ങളുണ്ട്. Find out from the picture. Write what all things you found out from the picture of the Agri Farm. Discuss with your friends also. What all animal are there in the picture? ചിത്രം നോക്കൂ, കണ്ടുപിടിക്കൂ. ചിത്രം നോക്കി അഗ്രി ഫാമിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ എഴുതൂ. കൂട്ടുകാരോടും ചോദിക്കണേ. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ചിത്രത്തിൽ ഏതെല്ലാം ജീവികളുണ്ട്? ഡോഗ്, buffalo, cow, duck, hen, goat. Fill in the table. Look at the table and write the answers to these questions. ആദ്യം ടേബിൾ ഫില്ല് ചെയ്യാം. ഏതൊക്കെ അനിമൽസ് ആണ് ടേബിളിലുള്ളത്? കൗ 5, ബഫല്ലോ 7, ഡോഗ് 4, ഗോട്ട് 22, hen 30, duck 20. Total 88 animals. Which animal is more in the Agri Farm? ഫാമിൽ ഏറ്റവും കൂടുതൽ ഉള്ള അനിമൽ എന്ന് പറയുന്നത് hen ആണ്, 30. Which are the animals more in number than the cows? കൗസിനേക്കാൾ കൂടുതലുള്ള അനിമൽസ് ഏതൊക്കെയാണ്? ബഫല്ലോ 7, ഡക്ക് 20, ഗോട്ട് 22, hen 30. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. How many cows are there? എത്ര പശുക്കളാണുള്ളത്? 5. Which animal has 30 in number? ഏത് അനിമലാണ് 30 ഉള്ളത്? hen. Are there more goats or more dogs? കൂടുതലുള്ളത് goats, ആടുകളാണോ dogs, നായകളാണോ? goats. 22 is more than 4. 22 ആടുകളുണ്ട്, 4 dogsേ ഉള്ളൂ. Fourth question. How many dogs are there on the farm? എത്ര dogs ആണുള്ളത്? 4. Which animal has the smallest number? ഏറ്റവും കുറവുള്ളത് dogs, only 4. Are there more dogs than ducks? താറാവിനേക്കാൾ കൂടുതലാണോ നായയുള്ളത്? No. There are only 4 dogs but 20 ducks. താറാവ് 20 ആണ്, പക്ഷേ dogs only 4. ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂൾ. See the picture of ചെല്ലക്കാട് സ്കൂൾ. ചെല്ലക്കാട് സ്കൂളിലെ കാഴ്ചകൾ നോക്കൂ. The table below shows how the children come to school. One head icon denotes 5 students. കുട്ടികൾ സ്കൂളിൽ വരുന്ന രീതി താഴെ പട്ടികയിലുണ്ട്. ഒരു തലയുടെ ചിത്രം 5 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. കണ്ടില്ലേ, കുട്ടികളുണ്ട്. അവർ വരുന്നത് സ്കൂൾ ബസ്സിലും അതുപോലെ തന്നെ ഓട്ടോയിലുമൊക്കെയാണ്. ഇനി താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തലയുടെ ചിത്രം സൂചിപ്പിക്കുന്നത് 5 എണ്ണമാണ്. അപ്പോൾ കുട്ടികൾ വരുന്ന രീതി, ജീപ്പുണ്ട്, അതുപോലെ തന്നെ സ്കൂൾ ബസ്, ഓട്ടോ, സ്കൂട്ടർ, സൈക്കിൾ, നടന്നു വരുന്നവർ. പട്ടികയിൽ പെൺകുട്ടികൾ എത്ര വരുന്നുണ്ട്, ആൺകുട്ടികൾ എത്ര വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കണ്ടില്ലേ, ആ തലയുടെ ചിത്രം എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തേത് നോക്കാം. ജീപ്പ് 25 ഗേൾസും 35 ബോയ്സും. എങ്ങനെയാണ്? ഗേൾസിൻ്റെ അവിടെ 5 ഹെഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 × 5 = 25. ഇതിൽ ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ 5 കുട്ടികളെയാണ് കാണിക്കുന്നത്. അപ്പോൾ 5 × 5 25, 7 × 5 35. ഇനി ബസ്സാണ്. 15 × 5 75 ഗേൾസ്, 12 × 5 60 ബോയ്സ്, ടോട്ടൽ 135. ഓട്ടോ 8 × 5 40 ഗേൾസ്, 10 × 5 50 ബോയ്സ്. സ്കൂട്ടർ 5 × 5 25 ഗേൾസ്, 7 × 5 35 ബോയ്സ്. സൈക്കിൾ 3 × 5 15 ഗേൾസ്, 5 × 5 25 ബോയ്സ്. ഇനി വാക്കിംഗ് 9 × 5 45 ഗേൾസ്, 4 × 5 20 ഗേൾസ്. അപ്പോൾ ജീപ്പിൽ
ടോട്ടൽ വരുന്നത് 60 സ്റ്റുഡൻസും ബസ്സിൽ 135 സ്റ്റുഡൻസും ഓട്ടോയിൽ 90 സ്റ്റുഡൻസും സ്കൂട്ടറിൽ 60 സ്റ്റുഡൻസും അതുപോലെ തന്നെ സൈക്കിളിൽ 40യും വാക്കിംഗ് ചെയ്തു വരുന്നത് 65 സ്റ്റുഡൻസുമാണ്. ഹൗ മെനി ഗേൾസ് കം ടു സ്കൂൾ ഇൻ ആൻ ഓട്ടോറിക്ഷ? ഓട്ടോറിക്ഷയിൽ സ്കൂളിൽ വരുന്നത് എത്ര പെൺകുട്ടികളാണ്? 40. 8 pictures into 5 equal to 40. How many boys come to school on bicycles? ബൈസിക്കിളിൽ സ്കൂളിലേക്ക് വരുന്ന ആൺകുട്ടികൾ എത്രയാണ്? 25. 5 pictures ആണുള്ളത്. 5 into 5 equal to 25. How do the most number of children come to school? ഏറ്റവും കൂടുതൽ കുട്ടികൾ യാത്ര ചെയ്ത് സ്കൂളിലേക്ക് വരുന്നത് ഏത് വാഹനത്തിലാണ്? ബൈ ബസ്. ബസ്സിലാണ് 135. Which two modes of transport are used by the exact same number of students? ഏകദേശം ഒരേ നമ്പർ കുട്ടികൾ യാത്ര ചെയ്യുന്ന രണ്ട് വാഹനങ്ങൾ ഏതൊക്കെയാണ്? ജീപ്പ് ആൻഡ് സ്കൂട്ടർ. 60 സ്റ്റുഡൻസ്. ഹൗ മെനി മോർ ബോയ്സ് ദാൻ ഗേൾസ് ട്രാവൽ ടു സ്കൂൾ ബൈ ജീപ്പ്? എത്ര ആൺകുട്ടികളാണ് പെൺകുട്ടികളേക്കാൾ കൂടുതലായി ജീപ്പിൽ വരുന്നത്? ബോയ്സ് 35 മൈനസ് ഗേൾസ് 25 ഈക്വൽ ടു 10 സ്റ്റുഡൻസ് ആണ് വരുന്നത്. ഫോർ വിച്ച് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ് മോർ ദാൻ ദ നമ്പർ ഓഫ് ബോയ്സ്? ആൺകുട്ടികളേക്കാൾ കൂടുതൽ പെൺകുട്ടികൾ യാത്ര ചെയ്യുന്നത് ഏതൊക്കെ വാഹനങ്ങളിലാണ്? ബസ് 75 ഗേൾസ് വൈസ് 60 ബോയ്സ്. ബസ്സിൽ 75 ഗേൾസും 60 ബോയ്സും മാത്രമേ ഉള്ളൂ. വാക്കിംഗ് 45 ഗേൾസ് വൈസ് 20 ബോയ്സ്. നടന്ന് 45 ഗേൾസ് വരുന്നുണ്ട്, പക്ഷേ ബോയ്സ് 20 ഉള്ളൂ. ഫിൽ ഇൻ ദ ടേബിൾ. കുറച്ച് വെഹിക്കിൾസ് തന്നിട്ടുണ്ട്, അതിൽ വരുന്നതാണ്. ഫസ്റ്റ് ജീപ്പിൽ ഗേൾസ് 25, അതുപോലെ തന്നെ ബസ്സിൽ സ്കൂൾ ബസ്സിൽ വരുന്നത് ബോയ്സ് 60. ഇനി ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഓട്ടോ 40 ഗേൾസ് 50 ബോയ്സ്, ടോട്ടൽ 90. സ്കൂട്ടർ 25 ഗേൾസ് 35 ബോയ്സ്, ടോട്ടൽ 60. Cycle 15 girls 25 boys, total 40. Walking 45 girls 20 boys, total 65. ഇനി എല്ലാ കുട്ടികളും ഗേൾസും ബോയ്സും എത്രയാണ്? 225 ബോയ്സും 225 ഗേൾസും ഉണ്ട്. ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 450 ആണ്. യൂസിങ് ദിസ് ടേബിൾ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഹൗ മെനി ഗേൾസ് ആർ സ്റ്റഡിയിങ് ഇൻ ദ സ്കൂൾ? എത്ര പെൺകുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്? 225. ഹൗ മെനി ബോയ്സ്? ബോയ്സ് എത്രയാണ്? 225. ഹൗ മെനി ചിൽഡ്രൻ വാക്ക് ടു സ്കൂൾ? എത്ര കുട്ടികളാണ് നടന്നു വരുന്നത്? 45 ഗേൾസും 20 ബോയ്സും, ടോട്ടൽ 65. റൈറ്റ് മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈൻഡ് ദെയർ ആൻസേഴ്സ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. Which vehicle do the most number of students use to get to school? ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് ഏത് വെഹിക്കിളിലാണ്? ബസ് 135 സ്റ്റുഡൻസ്. ഹൗ മെനി ഗേൾസ് യൂസ് എ ബൈസിക്കിൾ ടു റീച്ച് സ്കൂൾ? ബൈസിക്കിളിൽ സ്കൂളിലേക്ക് വരുന്നത് എത്ര ഗേൾസ് ആണ്? ആൻസർ 15. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ? ആ സ്കൂളിലെ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 450. Make a table. Ask your friends to find out how they come to school. Using these details, make a table in your notebook. പട്ടിക തയ്യാറാക്കൂ. നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാർ സ്കൂളിലേക്ക് വരുന്ന രീതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കൂ. ഈ വിവരങ്ങൾ ഒരു പട്ടികയാക്കി നോട്ട്ബുക്കിൽ എഴുതൂ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു പട്ടിക ഇതുപോലെ തന്നെ തയ്യാറാക്കണം. ആരൊക്കെയാണ് സ്കൂൾ ബസ്സിൽ വരുന്നത്, ഓട്ടോയിൽ വരുന്നത്, നടന്നു വരുന്നത്, സൈക്കിളിൽ വരുന്നത് എല്ലാം ചോദിച്ച് അറിഞ്ഞിട്ട്. ട്രീ എ ട്രീറ്റ്. എ ട്രീ എ ട്രീറ്റ് പ്രോഗ്രാം. എ ട്രീ ഫോർ എവരി ഹോം. See this picture. Write down what you understood from the picture. മരം ഒരു വരം. മരം ഒരു വരം പദ്ധതി. ഒരു വീടിന് ഒരു മരം. ചിത്രം നോക്കൂ. ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതൂ. അപ്പോൾ ചെല്ലക്കാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്നും ഓരോ വീടിനും ഓരോ മരം കൊടുക്കുകയാണ്. ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? മരം ഒരു വരം പദ്ധതി എന്നതിൻ്റെ ഭാഗമായിട്ട്. ഫ്രം വേർ ഡിഡ് യു സീഡ്ലിങ്സ് യൂഷ്വലി ഗെറ്റ്?
നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം വൃക്ഷത്തൈകൾ കിട്ടാറുണ്ട്? ഫ്രം കൃഷി ഭവൻ, ഫ്രം സ്കൂൾ, ഫ്രം നഴ്സറീസ്, ഫ്രം ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആസ് പാർട്ട് ഓഫ് വൻ മഹോത്സവ്. കൃഷിഭവനിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, നഴ്സറികളിൽ നിന്ന്, വനമഹോത്സവത്തിൻ്റെ ഭാഗമായി വനം വകുപ്പിൽ നിന്ന്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ട്രീ സാപ്ലിങ്സ് യു ഹാവ് പ്ലാന്റഡ് സോ ഫാർ. നിങ്ങൾ നട്ടിട്ടുള്ള ട്രീകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ ട്രീ, ഗുവാ ട്രീ, ഗൂസ്ബെറി ട്രീ, നീം ട്രീ, മഹാഗണി ട്രീ. നിങ്ങൾ നട്ടിട്ടുള്ള ട്രീകളുടെ പേര് നിങ്ങൾക്ക് എഴുതാം. The table shows the seedlings Chellakad Grama Panchayat distributed as the first stage. Draw icons each denoting 10 seedlings. Complete the table. ചെല്ലക്കാട് ഗ്രാമപഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്ന വൃക്ഷത്തൈകളുടെ വിവരണമാണ് പട്ടികയിൽ. ഒരു ചെടിയുടെ ചിത്രം 10 എണ്ണത്തെ സൂചിപ്പിക്കുന്ന വിധം വരയ്ക്കുക. ഒഴിഞ്ഞ കളത്തിലെ എണ്ണവും എഴുതുക. അപ്പോൾ ചിത്രം കണ്ടില്ലേ? ഒരു ചിത്രം എന്ന് പറയുന്നത് 10 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാംഗോ ട്രീ എത്രയാണ് കാണിച്ചിരിക്കുന്നത്? 11 ആണ് അല്ലേ? അപ്പോൾ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് 10 ആണ് കാണിക്കുന്നത്. അപ്പോൾ 11 × 10 = 110. ജാക്ക് ഫ്രൂട്ട് 8 പ്ലാന്റ്സ് ആണ്. 8 × 10 80 പ്ലാന്റ്സ് ടോട്ടൽ. ടീക്ക് 5 പിക്ചേഴ്സ് ആണ്. അപ്പോൾ 5 × 10 50. ഗോൾഡൻ ഷവർ 6 പിക്ചേഴ്സ് ആണ്. 6 × 10 60. ടാമറിൻഡ് ട്രീ പുളി 12 ആണ് പിക്ചറിൽ. അപ്പോൾ 12 × 10 120 പ്ലാന്റ്സ്. സപ്പോട്ട 10 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1 പ്ലാന്റ് ആണ് അല്ലേ? 1 പ്ലാന്റ് കാണിക്കുന്നത് 10 പ്ലാന്റ്സിനെയാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ്. മാംഗോ ട്രീ 11 പിക്ചേഴ്സ് × 10 110. ജാക്ക് ഫ്രൂട്ട് ട്രീ 80 തന്നിട്ടുണ്ട്. 80 / 10. അപ്പോൾ 8 പിക്ചേഴ്സ് വരയ്ക്കണം. അതുപോലെ തന്നെ ടീക്ക് 50 തന്നിട്ടുണ്ട്. 50 / 10 = 5 പിക്ചേഴ്സ്. ഗോൾഡൻ ഷവർ 60 / 10 6 പിക്ചേഴ്സ്. ടാമറിൻഡ് ട്രീ 12 പിക്ചേഴ്സ് × 10 120. സപ്പോട്ട 10 / 10 = 1. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് യൂസിങ് ദ ടേബിൾ. ടേബിൾ നോക്കി ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ്. റൈറ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സീഡ്ലിംഗ് ഈസ് ദ മോസ്റ്റ് ഇൻ നമ്പർ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, വിച്ച് ട്രീ സാപ്ലിംഗ് ഈസ് ദർ ഇൻ ദ ലാർജസ്റ്റ് നമ്പർ? ഏറ്റവും കൂടുതലുള്ള തൈ ഏതാണ്? ടാമറിൻ്റെ പുളിയാണ് അല്ലേ? 120. ഹൗ മെനി ജാക്ക് ഫ്രൂട്ട് ട്രീ സാപ്ലിങ്സ് ആർ ദർ? എത്ര പ്ലാവുകൾ ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട്? 80. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രീ സാപ്ലിങ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ദ പഞ്ചായത്ത്? എത്ര തൈകളാണ് പഞ്ചായത്ത് ആകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? 430. വിച്ച് ട്രീ സാപ്ലിംഗ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ലീസ്റ്റ് ക്വാണ്ടിറ്റി? ഏറ്റവും കുറവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഏത് പ്ലാന്റ് ആണ്? സപ്പോട്ട, ഓൺലി 10 നമ്പേഴ്സ്. ഹൗ മെനി മോർ ടാമറിൻഡ് സാപ്ലിങ്സ് ആർ ദർ ദാൻ മോർ മാംഗോ സാപ്ലിങ്സ്? പുളി എത്ര കൂടുതലാണ് മാംഗോ തൈകളേക്കാൾ? എത്രയാണ്? 120 ആണ് ടാമറിൻഡ് സാപ്ലിങ്സ് ഉള്ളത്. മാംഗോ 110. അപ്പോൾ ആൻസർ വരുന്നത് 10. What is the total number of jackfruit saplings and teak saplings together? ജാക്ക് ഫ്രൂട്ട് തൈകളും അതുപോലെ തന്നെ തേക്കിൻ്റെ തൈകളും എത്രയാണുള്ളത്? 80 + 50 = 130. Which tree saplings have a count of more than 100? 100-നേക്കാൾ കൂടുതലുള്ള തൈകൾ ഏതൊക്കെയാണ്? ടാമറിൻഡ്, മാംഗോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫ്യൂവർ teak saplings are there compared to golden shower? കണിക്കൊന്ന സാപ്ലിങ്സ്. കണിക്കൊന്നയേക്കാൾ എത്ര കുറവാണ് ടീക്ക് സാപ്ലിങ്സ് ഉള്ളത്? കണിക്കൊന്ന 60 ആണ്. -50 = 10. ക്വിസ് കോമ്പറ്റീഷൻ. The chart below shows the scores of the children who took part in the math quiz competition at Chellakad School. Government LP School Chellakad Math Quiz Competition. ക്വിസ് മത്സരം. ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിൽ നടന്ന
ഗണിത ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ പേരും അവർക്ക് ലഭിച്ച പോയിന്റും എഴുതിയ ചാർട്ടാണ് ചുവടെ. കണ്ടില്ലേ? ക്രമനമ്പറും അതുപോലെ തന്നെ പേരും അവർക്ക് കിട്ടിയ പോയിന്റും കൊടുത്തിട്ടുണ്ട്. See the chart. How do we find out points of each? Discuss with your friends. Write down what you found out. 4 vertical lines and line across drawn like this means 5 points. 4 വരയും അതിന് കുറുകെ ഒരു വരയും കൊടുത്താൽ 5 പോയിന്റാണ്. Complete the table. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയത് അയാൻ 7, രൂപ 11, ജാനി 9, അനസ് 14, അമൃത് 3, ഗോപു 22. 9, 16, കൃപ 7, ജീവ 9, കരൺ 18, ജിഷി 10, സനു 6. Who got most points? ഏറ്റവും കൂടുതൽ കിട്ടിയത് ഗോപുവിന്. How many points? 22. Let's find out points. 3 children from Chellakad Government LP School participated in the sub-district mathematics quiz program. The points each got in shown by tally marks. Find out the actual points and write in the table. പോയിന്റ് കണ്ടെത്താം. ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിലെ 3 കുട്ടികൾ ഉപജില്ലാതല ഗണിതശാസ്ത്ര ക്വിസിൽ പങ്കെടുത്തു. അവർക്ക് കിട്ടിയ പോയിന്റാണ് ചുവടെ പട്ടികയിൽ ടാലി അടയാളങ്ങളായി കാണിച്ചിരിക്കുന്നത്. പോയിന്റുകൾ കണക്കാക്കി എഴുതുക. അപ്പോൾ ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നും ഉപജില്ലാതല ഗണിതശാസ്ത്ര ക്വിസിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കിട്ടിയ പോയിന്റാണ് കാണിച്ചിരിക്കുന്നത്. കരൺ 5 + 5 + 4 14 points. 9 5 + 5 + 5 = 15 points. Gobu 5 + 5 + 5 + 3 = 18 points. ഇവിടെയും ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് ഗോപുവിനാണ്. As part of renovating the library of Chellakad Government LP School, the members of the PTA split into 6 groups and collected books. See how the number of books is shown in the table below. One book icon denotes 10 books. Write the actual number of books in the table. ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിലെ ലൈബ്രറി പുതുക്കുന്നതിൻ്റെ ഭാഗമായി PTA അംഗങ്ങൾ 6 ഗ്രൂപ്പായി തിരിഞ്ഞ് പുസ്തകങ്ങൾ ശേഖരിച്ചു. ശേഖരിച്ച പുസ്തകങ്ങളുടെ എണ്ണം വരച്ചിരിക്കുന്നത് നോക്കൂ. ഒരു പുസ്തകത്തിൻ്റെ ചിത്രം 10 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. പട്ടികയിൽ പുസ്തകങ്ങളുടെ എണ്ണം എഴുതുക. അപ്പോൾ PTA അംഗങ്ങൾ 6 ഗ്രൂപ്പായി തിരിഞ്ഞ് പുസ്തകങ്ങൾ ശേഖരിച്ചു. ആ പുസ്തകങ്ങളുടെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു പുസ്തകത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് 10 എണ്ണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് കളക്ട് ചെയ്തിരിക്കുന്നത് 1 2 3 4 ബുക്സാണ് പിക്ചറിലുള്ളത്. 4 × 10 40 ബുക്സ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് 1 2 3 4 5 ബുക്സാണ്. 5 × 10 50. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പോ 7 ബുക്സാണ് അല്ലേ? അപ്പോൾ 7 × 10 70 ബുക്സ്. ഫോർത്ത് ഗ്രൂപ്പ് 60 ബുക്സ്. ഫിഫ്ത്ത് ഗ്രൂപ്പ് 50 ബുക്സ് ആൻഡ് സിക്സ്ത് ഗ്രൂപ്പ് 80 ബുക്സ്. ഇങ്ങനെയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഹൗ മെനി ബുക്സ് മോർ വേർ കളക്റ്റഡ് ബൈ ദ സിക്സ്ത് ഗ്രൂപ്പ് ദാൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ്? ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ എത്ര പുസ്തകമാണ് ആറാമത്തെ ഗ്രൂപ്പ് കൂടുതലായി ശേഖരിച്ചത്? 40 ബുക്സ്. വിച്ച് ഗ്രൂപ്പ്സ് കളക്റ്റഡ് ദ സെയിം നമ്പർ ഓഫ് ബുക്സ്? ഒരേ നമ്പറിലുള്ള ബുക്സ് കളക്ട് ചെയ്തത് ഏതൊക്കെ ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 2 ആൻഡ് ഗ്രൂപ്പ് 5. ഹൗ മെനി മോർ ബുക്സ് ഷുഡ് ദ സെക്കൻഡ് ഗ്രൂപ്പ് കളക്ട് ടു ഈക്വൽ ദ നമ്പർ ഓഫ് ബുക്സ് കളക്റ്റഡ് ബൈ ദ തേർഡ് ഗ്രൂപ്പ്? തേർഡ് ഗ്രൂപ്പ് കളക്ട് ചെയ്ത ബുക്കിൻ്റെ അത്രയുമാകാൻ സെക്കൻഡ് ഗ്രൂപ്പ് ഇനി എത്ര കൂടി കളക്ട് ചെയ്യണം? 70 - 50 = 20 ബുക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ബുക്സ് വേർ കളക്റ്റഡ് ഇൻ ടോട്ടൽ? ആകെ എത്ര ബുക്സാണ് കളക്ട് ചെയ്തത്? 350 ബുക്സ്. ഓക്കെ ഡിയേഴ്സ്, സ്റ്റഡി വെൽ. See you in next class. Thank you.